ഹലോ, ഗുഡ് മോർണിംഗ്. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ എനർജി എന്താണ്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് വരുന്നത് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? എന്താണ് നമുക്കിന്ന് യൂണിവേഴ്സ് തരുന്ന മാർഗനിർദ്ദേശം നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണേ, അതുപോലെ എന്നും പറയുന്ന പോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് 5 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. 5 ഓഫ് വാണ്ട്. ഇത് ഇന്നലെ ഫസ്റ്റ് കാർഡ് ടവർ ആയിരുന്നു. അപ്പോൾ ഒരു നല്ല കോൺഫ്ലിക്റ്റ് എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആർക്കൊക്കെ റെസനേറ്റ് ആയെന്ന് പറയണേ. മേ ബി ഒരു വഴക്കായിരുന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ്, പെട്ടെന്നൊരു പേടി തട്ടുക, പെട്ടെന്നൊരു പേടി വരിക, പെട്ടെന്നൊരു അട്ടിമറി ഉണ്ടാവുക, വീഴുക, ആക്സിഡൻറ്റ് പറ്റുക, പെട്ടെന്ന് നനച്ചിരിക്കാത്ത വാർത്തകൾ കേൾക്കുക, പെട്ടെന്നൊരു അട്ടിമറി ഉണ്ടാകുന്നതിനാണ് ഈ ടവർ കാർഡ് വന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാർഡാണ് 5 ഓഫ് വാണ്ട്. ഇതൊരു കോൺഫ്ലിക്റ്റിൻ്റെ കാർഡാണ്. ചുറ്റുമുള്ള ആളുകൾ, നമുക്ക് വളരെ നന്നായിട്ട് അറിയാവുന്ന ആളുകളുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവുക, അവർ നമ്മളോട് മത്സരിക്കുക, അതൊക്കെയാണ് ഈ 5 ഓഫ് വാണ്ടിൻ്റെ എനർജി പറയുന്നത്. ശരിക്കും ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷനെ ഫേസ് ചെയ്യേണ്ടി വരിക, ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാവുക, വഴക്കുണ്ടാവുക, അതൊക്കെയാണ്. നമ്മളോട് മറ്റുള്ളവർ മത്സരിക്കുന്നു എന്നാണ്. ചിലപ്പോൾ നമുക്ക് മനസ്സിലാവും ഇവരെന്തിനാണ് മത്സരിക്കുന്നത്, ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഇവരെന്തിനാണ് നമ്മളോട് മത്സരിക്കുന്നത്, എന്തിനാണ് ഇവരിതൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാവില്ല. ഇവരിങ്ങനെ കുത്തി പറയുന്നത് മനസ്സിലാവും, പക്ഷെ അതെന്തിനാണ്, എന്തുള്ളിൽ വെച്ചിട്ടാണെന്ന് നമുക്ക് മനസ്സിലാവാത്തൊരു ഫീലാണ് 5 ഓഫ് വാണ്ട്. ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാർഡ് തന്നെയാണ് കേട്ടോ. ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഉണ്ടാവുക, കോമ്പീറ്റൻസ് ഉണ്ടാവുക എന്നൊക്കെയാണ്. ദെൻ 9 ഓഫ് കപ്പ് എന്ന് പറയുന്നത് വളരെ ഹാപ്പി ആയിട്ട് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുക. ഇത് വിഷ് ഫുൾഫിൽമെൻറ്റ് നടക്കാൻ പോകുന്നു, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നടക്കാൻ പോകുന്നു എന്ന സന്തോഷത്തിലിരിക്കുന്ന ഒരാളെയാണ് കാണുന്നത്. വൈകാരികമായിട്ട് ഒറ്റപ്പെട്ട ഒരവസ്ഥയിലായിരിക്കും, പക്ഷെ ഹാപ്പിയാണ്. ഒറ്റപ്പെട്ട അവസ്ഥയിലൊക്കെയാണ്, പക്ഷെ ഹാപ്പിയാണെന്ന് കാണുന്നുണ്ട്. വേറൊരു കാര്യം, ഇയാൾ മടിയനാണ്. ഇന്നൊരു മടിയുടെ ദിവസമാണ്. മടി പിടിച്ചിരിക്കും. നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ച കാര്യം പോലും ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. നമ്മൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷേ മടി കാരണം ചെയ്യില്ല. അതിങ്ങനെ ലാഗ് ചെയ്ത് പോകാൻ സാധ്യതയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യും, ഇനി ഞാൻ ഇത് ചെയ്യും അത് ചെയ്യും എന്നൊക്കെ പ്ലാൻ ചെയ്യും, പക്ഷേ ഒന്നും നടക്കൂല, മടി പിടിച്ചിരിക്കും. ദെൻ 6 ഓഫ് സ്വോർഡാണ്. ഇത് ഒരു യാത്രയുടെ കാർഡാണ്. അതുപോലെ എന്തോ ഒരു ബുദ്ധിമുട്ട്, മനസ്സിലൊരു മാനസിക സംഘർഷവും അല്ലെങ്കിൽ മനസ്സിലൊരു ബുദ്ധിമുട്ടുമായിട്ട് മറ്റൊരിടത്തേക്ക് പോകുന്നതാണ്. നിൽക്കുന്ന സ്ഥലം ഭയങ്കര കലുഷിതമാണ്, അതുകൊണ്ട് നമ്മൾ സമാധാനമുള്ളൊരിടത്തേക്ക് യാത്ര പോകുന്നു എന്നാണ്. ഇത് മേ ബി നമ്മൾ നിൽക്കുന്ന വീട്ടിൽ നിന്ന് കടബാധ്യതകൾ കൊണ്ട് ആ വീട് വിറ്റിട്ട് വേറൊരു വീട്ടിലേക്ക് പോവുക, വാടക വീട് മാറി വേറെ വീട്ടിലേക്ക് പോവുക, ജോലിയിൽ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ജോലി ഉപേക്ഷിച്ചിട്ട് മറ്റൊരു ജോലി തേടി പോകുന്നതാവാം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ വാങ്ങിച്ച് പോകുന്നതാവാം. എന്തായാലും ഒരു യാത്രയാണ്, നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറിപ്പോകുന്നൊരു യാത്രയാണ്. അത് സന്തോഷത്തോടെയല്ല, ദുഃഖത്തോടെയാണ്. കുടുംബത്തിൻ്റെ പ്രാരാബ്ധവും ദുരിതവും ഒക്കെ തലയിൽ വെച്ചിട്ട് കഷ്ടതയോടുകൂടി മറ്റൊരു സ്ഥലത്തേക്ക് സമാധാനം തേടി പോകുന്നൊരു യാത്രയാണ് ഈ 6 ഓഫ് സ്വോർഡ് എന്ന് പറയുന്നത്. മോസ്റ്റ്ലി ഒരു യാത്ര തന്നെയാണ് കേട്ടോ. ഒരു യാത്ര ഇന്ന് എന്തായാലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ദെൻ ഹാങ്ഡ് മാനാണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വരുംവരായികളെക്കുറിച്ച് അറിയാം, നമുക്ക് നോക്കി കാണുന്ന കാഴ്ചപ്പാട് ശരിയാണെന്നറിയാം, എടുക്കുന്ന തീരുമാനം ശരിയാണെന്നറിയാം, പക്ഷെ നമുക്ക് അതിലൊരു ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. എല്ലാം ശരിയാണെന്നറിയാം, പക്ഷെ അതിൽ ഉറച്ചു നിൽക്കാൻ പറ്റുന്നില്ല. നമ്മൾ കാണുന്ന കാഴ്ചപ്പാട് ഞാൻ ചിലപ്പം ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ടാണ്, ഇനി മറ്റേ പാടൊന്ന് ചിന്തിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് മാറി ചിന്തിക്കുക. ഒരു തീരുമാനം എടുത്തിട്ട് ഇനി ഇങ്ങനെ പോയാലോ അങ്ങനെ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചത് മാറി ചിന്തിക്കുക. അപ്പോൾ തീരുമാനം എടുത്താൽ അത് ഉറച്ചു നിൽക്കാതിരിക്കുക, ഒരു കാഴ്ചപ്പാടുണ്ടാക്കിയാൽ അതിൽ നിന്ന് മാറിപ്പോവുക, അങ്ങനെയുള്ള ഒരു ഇൻഡിസിഷൻ ആയിട്ടുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ഹാങ്ഡ് മാൻ പേഴ്സ്പെക്റ്റീവ് മാറ്റി നോക്കുന്നതും സറണ്ടർ ചെയ്യുന്നതും ചില കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കുന്നതും ഒക്കെ ആയിട്ടൊരു ദിവസമായിട്ടാണ് കാണുന്നത്. മൊത്തത്തിലൊരു തല കീഴായ, ഒരു ഉൾട്ട അടിച്ച തല പുകയാന്നൊക്കെ പറയത്തില്ലേ, അതുപോലെ ആലോചിച്ച് കിളി പോകുന്നൊരു ദിവസമാണ്. അതുപോലെ തലകറക്കം ഉണ്ടാവാനും തല ഇറങ്ങി വീഴാനും തലയ്ക്ക് ഹെവിനെസ് തോന്നാനും ഒക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് കേട്ടോ ഈ ഹാങ്ഡ് മാൻ എന്ന് പറയുന്നത്. അതുപോലെ ഈ ഭയങ്കര ഡിപ്രഷനുള്ള ആളുകളെ സംബന്ധിച്ച് ഒറ്റയ്ക്കിരിക്കുന്നത്, നിങ്ങളാണെങ്കിലും നിങ്ങൾക്കറിയാവുന്ന ആളുകളാണെങ്കിലും ഈ ഡിപ്രഷനുള്ള ആളുകൾ ഇന്ന് ദയവ് ചെയ്ത് ഒറ്റയ്ക്ക് ഇരിക്കാതിരിക്കുക. നിങ്ങൾക്ക് മറ്റുള്ള ടെൻഡൻസികൾ തോന്നാൻ സാധ്യതയുള്ളൊരു ദിവസമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.
ദെൻ ക്വീൻ ഓഫ് വാൺസ് ആണ്. ഇത് ഈ കിങ് ഓഫ് വാണ്ടും ക്വീൻ ഓഫ് വാണ്ടും അവരുടെ പാഷന് വേണ്ടിയിട്ട് അവരെന്തൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ ഇറങ്ങി പുറപ്പെടുന്നത് അതിൻ്റെ എക്സ്ട്രീം എൻഡിൽ പോയി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരവിടെ പോയി നിന്നിട്ട് അത് അച്ചീവ് ചെയ്തിട്ട് പിന്നെ വാട്ട് ഈസ് നെക്സ്റ്റ് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് കിങ് ഓഫ് വാണ്ടും ക്വീൻ ഓഫ് വാണ്ടും. കിങ് ഓഫ് വാണ്ടിനേക്കാളും ഒരു പടിയും കൂടെ ചിലപ്പോൾ ഉയർന്ന ഒരാളാണ് ക്വീൻ ഓഫ് വാണ്ട്. അത് ഹയർ എനർജിയാണ്, ഫെമിനൈൻ എനർജി ആണെങ്കിലും മാസ്കുലിനിറ്റി ഉള്ളൊരു ഫെമിനൈൻ എനർജിയാണ് ഈ ക്വീൻ ഓഫ് വാണ്ട് എന്ന് പറയുന്നത്. ഈ ചില സ്ത്രീകൾ അവരോട് നമുക്ക് എതിരിട്ട് നിൽക്കാൻ പ്രയാസമാണ്. അവരുടെ സംസാരമായാലും അവരുടെ ലുക്കായാലും അവരുടെ ആറ്റിറ്റ്യൂഡായാലും ഭയങ്കര ഹെവി മാസ്കുലൈൻ ആയിരിക്കും. അവർ ഫെമിനൈൻ ആണെങ്കിൽ പോലും ഒരു മാസ്കുലൈൻ എനർജി ആയിരിക്കും അവർക്ക് കൂടുതൽ. അവർക്കൊരു നമ്മളെപ്പോഴും പറയാം അവർക്ക് ഭയങ്കര ധിക്കാരമാണ്, അഹങ്കാരമാണ്. ഒന്നുമല്ല, അവർ വന്നിട്ടുള്ള വഴികളിൽ അവർ ചവിട്ടി വന്നിട്ടുള്ള കനൽ വഴികളിൽ കൂടെ അവരുണ്ടാക്കിയെടുത്തിട്ടുള്ള തൻ്റെ ഇടവും ആർജവും ആണത്. അപ്പോൾ അവർക്ക് കൂടുതൽ അനുഭവങ്ങളുള്ളത് കൊണ്ട് അവർക്ക് കൂടുതൽ അറിവുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും മറ്റുള്ളവരോടും പെരുമാറുന്നതും പറഞ്ഞു കൊടുക്കുന്നതും ഒക്കെ. പക്ഷെ നമുക്കത് ഒരു ധിക്കാരമോ അഹങ്കാരമോ ഒക്കെ ആയിട്ടായിരിക്കും ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ അത്തരത്തിലുള്ള ഒരാളാണ്. വളരെ ബോൾഡായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഡിസിഷൻസ് എടുക്കാൻ പറ്റും. കൃത്യമായിട്ട് കീറി നോക്കുക എന്ന് പറയത്തില്ലേ, ഒരു കാര്യം വന്നാൽ ആ കാര്യത്തിൻ്റെ നെല്ലും പതിനും തിരിച്ച് അതിനെ കൃത്യമായി വിശകലനം ചെയ്തിട്ട് ഒരു ഉത്തരം കണ്ടെത്താനായിട്ട് നിങ്ങൾക്ക് പറ്റും. പിന്നെ നിങ്ങൾ വർക്കിൽ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റഡ് ആയിരിക്കും, വർക്ക് ഓറിയൻറ്റഡ് ആയിരിക്കും. ഇന്ന് കൂടുതൽ ജോബൊക്കെ ചെയ്യും. നിങ്ങളുടെ എനർജി എന്താണോ ആ എനർജിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഇന്ന് ചെയ്യുന്ന ദിവസമായിരിക്കും. ക്വീൻ ഓഫ് വാൺസ് അതിപ്പം മസ്കുലൈൻ ആണെങ്കിലും ഫെമിനൈൻ ആണെങ്കിലും ഈ ഒരു എനർജി ആയിരിക്കും. ഏസ് ഓഫ് വാൺസ് ഒരു പുതിയ കാർമിക് സിറ്റുവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നാണ്. നിങ്ങളൊരു പുതിയ ജോലിക്ക് പോകുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളൊരു പുതിയ ക്രിയേറ്റിവിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. ഒരു കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു ജോബായിരിക്കാം. അങ്ങനെയുള്ളൊരു ജോബ് തേടുന്ന ആളുകളാണെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടെലികോളേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ IT പ്രൊഫഷണൽസ് ആയിരിക്കാം. അങ്ങനെയുള്ള കമ്മ്യൂണിക്കേഷൻ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ച് ഇന്നൊരു പുതിയ തുടക്കമാണ്. നിങ്ങൾക്ക് പുതിയൊരു ജോബൊക്കെ ഇന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. കുറേ ആളുകൾക്ക് ഇന്ന് ജോലി കിട്ടാനോ അല്ലെങ്കിൽ ജോലി കിട്ടുമെന്നുള്ള അറിയിപ്പുകൾ കിട്ടാനോ സാധ്യതയുള്ള ദിവസമാണ്. ചിലരൊക്കെ ഇന്ന് പുതിയതായിട്ട് ചില കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും. അതിപ്പോൾ നിങ്ങൾ ബൊട്ടിക്ക് തുടങ്ങുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ നാച്ചുറലായിട്ടുള്ള നിങ്ങളുടെ ടാലൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടല്ലോ. നിങ്ങൾ ക്ലേ വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കുന്നവരാണെങ്കിൽ അങ്ങനെ, അതല്ല പെയിൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, വരയ്ക്കുന്നവരാണെങ്കിൽ അങ്ങനെ, സ്റ്റിച്ച് ചെയ്യുന്നവർ, എംബ്രോയ്ഡറി ചെയ്യുന്നവർ, അങ്ങനെ നിങ്ങൾ അങ്ങനെയുള്ള എന്തെങ്കിലും കഴിവുള്ള ആളുകളാണെങ്കിൽ അവിടെ ഒരു പുതിയ കാര്യം, പുതിയൊരു കലാസൃഷ്ടിയായിരിക്കും, പുതിയൊരു വർക്ക് നിങ്ങളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് വാൺസ്, ഒരു പുതിയ തുടക്കം എന്നാണ് കേട്ടോ. ഒരു കാർമിക് സിറ്റുവേഷനാണത്. 2 ഓഫ് കപ്സ് നമ്മൾ എത്ര എഫേർട്ട് അങ്ങോട്ട് ഇടുന്നോ അത്ര റിവാർഡ് നമുക്ക് കിട്ടും. ചെയ്യുന്ന പ്രവൃത്തിക്കുള്ള കൂലി നമുക്ക് കിട്ടും, ഈക്വൽ റെക്കഗ്നീഷൻ കിട്ടും. നമ്മളിന്ന് എന്ത് ചെയ്താലും അതിന് നമുക്ക് അതിൻ്റെ ഉള്ള പ്രതിഫലം, ഇപ്പം നമ്മൾ നല്ലത് ചെയ്താൽ അത് കൊള്ളാം, നല്ലതാണ് എന്ന് നമ്മളോട് പറയും. അപ്പോൾ അങ്ങനെ പറയുന്നത് കേൾക്കാനുള്ളൊരു ഭാഗ്യം ഉണ്ടാവും. അപ്പോൾ ഈക്വൽ റെസ്പെക്റ്റ്, ഈക്വൽ എഫേർട്ട്. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിന് റെസ്പെക്റ്റ് അങ്ങോട്ട് കൊടുത്താൽ റെസ്പെക്റ്റ് ഇങ്ങോട്ട് കിട്ടും, എഫേർട്ട് അങ്ങോട്ട് കൊടുത്താൽ റിവാർഡ് ഇങ്ങോട്ട് കിട്ടും. ആ ഒരു ദിവസമാണ്. അതുപോലെ തന്നെ ഇതൊരു യൂണിയൻ്റെ കാർഡാണ്. സെപ്പറേറ്റായി നിൽക്കുന്ന റിലേഷൻഷിപ്പിലുണ്ടായിരുന്നിട്ട് സെപ്പറേറ്റായി നിൽക്കുന്ന ആളുകൾക്ക് ഇന്ന് റീയൂണിയൻ്റെ ദിവസമാണ്. അതുപോലെ നിങ്ങൾക്കിന്ന് ഓഫറുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. ജോബ് ഓഫർ ആയിരിക്കാം, ലവ് ഓഫർ ആയിരിക്കാം, അങ്ങനെയുള്ള ഓഫറുകൾ കിട്ടാൻ സാധ്യതയുണ്ട് എന്നാണ് ഈ 2 ഓഫ് കപ്പ് എന്ന് പറയുന്നത്. മേ ബി നിങ്ങളിന്ന് നിങ്ങളുടെ ഒരു സോൾമേറ്റിനെ കാണാൻ സാധ്യതയുണ്ട്. സോൾമേറ്റ്സ് എപ്പോഴും നല്ല അനുഭവങ്ങൾ തരുന്ന ആളുകളാവണമെന്നൊരു നിർബന്ധമില്ല കേട്ടോ. ജഡ്ജ്മെൻ്റാണ്. അപ്പോൾ ഇവിടെ ഒരു മിക്കവാറും ജഡ്ജ്മെൻറ്റ് നടക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോൾമേറ്റ്സ് എപ്പോഴും നമ്മളെ സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഗ്രോ ചെയ്യുന്ന ആൾക്കാരാണെന്ന് പറഞ്ഞാലും പോസിറ്റീവ് ആവണമെന്ന് നിർബന്ധമില്ല. അട്ടം നെഗറ്റീവായിട്ടുള്ള സോൾമേറ്റ്സും കാർമിക് സോൾമേറ്റ്സും ഉണ്ട്. ഇവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ കാർഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു ജഡ്ജ്മെൻറ്റ് നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സോൾമേറ്റ് എൻകൗണ്ടർ ആവാനാണ് സാധ്യത. ഇവിടെ ഒരു കോൺഫ്ലിക്റ്റ് കൊണ്ടാകാൻ സാധ്യതയുണ്ട്. മേ ബി നിങ്ങൾക്ക് അറിയാവുന്ന ആളായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ വളരെ ന്യൂ ആയിട്ടുള്ള ഒരാളായിരിക്കും. വെറുതെ പോയി വള്ളി പിടിച്ചിട്ട് ഒരു പ്രശ്നത്തിൽ പോയി ചാടുന്ന അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇവിടെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുന്നതേ, നമ്മൾ പരീക്ഷ എഴുതുന്ന ആളുകളുണ്ടാവാം. നമ്മളെ ജഡ്ജ് ചെയ്യുക, നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി, നമ്മൾ ചെയ്യുന്ന ജോലിയെ മറ്റുള്ളവർ ഇവാലുവേറ്റ് ചെയ്യുക. എന്നിട്ട് അതിന് നമ്മളോട് ചെയ്തത് കൊള്ളാം, ശരിയായി, നല്ലതായിരുന്നു, സൂപ്പറായിരുന്നു എന്നൊക്കെ നമുക്കൊരു അഭിപ്രായം കിട്ടുന്നതാകാനും സാധ്യതയുണ്ട്. ഇനി നിങ്ങൾ മൊത്തത്തിൽ തകർന്ന് തരിപ്പണായിട്ട് കിടക്കുന്ന ആളുകളാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എവിടെ നിന്നെങ്കിലും നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടുക. ഒരു ഇപ്പോൾ ഏഞ്ചൽസ് വന്നിട്ട് നിങ്ങളോട് പറയുന്നത് പോലെയോ, നിങ്ങളൊരു മെസ്സേജ് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത്, ഫോണിൽ ഇങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് അതിലൊരു റീലായിട്ടോ ഒരു മെസ്സേജായിട്ടോ
കേട്ടോ. വേണമെങ്കിൽ നിങ്ങൾ വഴി കൂടെ പോകുമ്പോൾ ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് വഴിയിൽ ഇങ്ങനെ സൈഡിലൊക്കെ വേർഡിങ് സൈഡ് വെക്കത്തില്ലേ, അങ്ങനെ കിട്ടിയൊരു വേർഡിങ് ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾക്കൊരു പുത്തൻ ഉണർവായിരിക്കും, ഒരു ഉയർത്തെഴുന്നേൽപ്പായിരിക്കാൻ സാധ്യതയുണ്ട്, ഒരു റിജുവനേഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പം എല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇന്നൊരു ഉയർത്തെഴുന്നേൽപ്പാണെന്നാണ് ഈ ജഡ്ജ്മെൻറ്റ് കാർഡ് പറയുന്നത്. ദെൻ നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുന്നത് വളരെ ആവേശത്തോടു കൂടി ജോലി ചെയ്യും. ആവേശത്തോടു കൂടി ജോലി ചെയ്യുമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ എന്നാൽ ഇപ്പോൾ ചെയ്തിട്ടേ ഉള്ളൂ, ഇപ്പോൾ ശരിയാക്കി തരാം, ആ ചെറിയ സ്ക്രൂ ഡ്രൈവറിങ്ങടുത്തെ എന്ന് പറയത്തില്ലേ, ആ ഒരു സ്കൂട്ടറല്ല, ആ ചെറിയ സ്പാനറിങ്ങടുത്തെ, സ്ക്രൂ ഡ്രൈവറല്ല, സോറി. അപ്പോൾ അതുപോലൊരു എനർജിയാണ്. അതായത് ആരെങ്കിലും ഒന്ന് സ്ക്രൂ ചെയ്താൽ അതിൻ്റെ പിന്നാലെ പായുന്നൊരു എനർജിയാണ് ഈ പറഞ്ഞ നൈറ്റ് ഓഫ് വാൺസ് എന്ന് പറയുന്നത്. നമ്മളെ ആരെങ്കിലും ഒന്ന് മോട്ടിവേറ്റ് ചെയ്താൽ മതി, ഇന്ന് ഫുള്ള് നമ്മൾ ഓടി നടന്ന് ജോലി ചെയ്യും. വളരെ പാഷനേറ്റ് ആയിരിക്കും, വളരെ എനർജറ്റിക് ആയിരിക്കും, പെട്ടെന്ന് ക്വിക്കായിട്ടായിരിക്കും ആക്ഷൻ എടുക്കുന്നത്. ഇത് വളരെ ചുറുചുറുക്കോടുകൂടി ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്ന ദിവസമാണ്. പക്ഷെ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ പറയുന്ന വാക്കുകളിലൊക്കെ മറ്റുള്ളവർ ഹേർട്ട് ആവാനും ആർഗ്യുമെൻറ്റുകൾ ഉണ്ടാവാനും സാധ്യതയുണ്ട്. സ്ക്രൂ ഡ്രൈവർ, സോറി കേട്ടോ. ദെൻ കിങ് ഓഫ് സോർഡ്സ് ആണ്, ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ, ഒരു കോൺഫ്ലിക്റ്റിൻ്റെ കാർഡാണ്. അപ്പോൾ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനൊക്കെ സാധ്യത ഉള്ളതായിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കിങ് ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ ഇന്ന് തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരു കാരണവശാലും ഇമോഷണൽ ആയിരിക്കരുത്. അത് നമ്മുടെ തലച്ചോറ് കൊണ്ട് ഹെഡ് ഓവർ ഹാർട്ടാണ്. അപ്പോൾ ഇമോഷണലി അല്ല ഇന്നത്തെ ഒരു തീരുമാനം എടുക്കേണ്ടത്. നമ്മൾ വളരെ ചിന്തിച്ച് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത വിധം, അതുപോലെ ഏറ്റവും പ്രൊഫഷണൽ ആയിട്ട് വേണം ഇന്ന് തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പം നമ്മൾ കാരണം മറ്റുള്ളവരുടെ ഈഗോ ഹേർട്ടാവാനോ മറ്റുള്ളവർ കാരണം നമ്മുടെ ഈഗോ ഹേർട്ടാവാനോ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഗ്രാൻഡ് ഫാദർ ഫിഗർ, അതായത് നമ്മൾ അപ്പൂപ്പൻ അല്ലെങ്കിൽ മുത്തശ്ശൻ അല്ലെങ്കിൽ ചാച്ചൻ എന്നൊക്കെ വിളിക്കുന്ന ആ സങ്കല്പത്തിലുള്ള ആരെങ്കിലും, അതായത് നല്ല ഏജ്ഡായിട്ടുള്ള നമ്മുടെ ഗ്രാൻഡ് ഡാഡ്, ആ ഏജിലുള്ള ആരെങ്കിലും, ആ ആളുകളുമായി സംബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം നടക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരെക്കുറിച്ച് എന്തെങ്കിലും കേൾക്കുക, അങ്ങനെയുള്ളൊരു കാര്യം നടക്കാൻ സാധ്യതയുണ്ട്. പിന്നെ വ്യക്തതയില്ലാതെ ഒരു കാര്യത്തിലും ഇടപെടാനായിട്ട് പോകരുത്. മറ്റൊരാളുടെ കാര്യത്തിൽ ഒരു കാരണവശാലും പോയി ഇടപെടരുത്. ക്ലാരിറ്റി ഇല്ലാത്തൊരു കാര്യത്തിലും ഇന്നേ ദിവസം ഇടപെടാൻ പോകരുത്. അവിടെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് തന്നെയാണ് വീണ്ടും വന്നത് നൈറ്റ് ഓഫ് സോർഡ്സ്. കിങ് ഓഫ് സോർഡ്സും നൈറ്റ് ഓഫ് സോർഡ്സും നൈറ്റ് ഓഫ് വാൺസും ഒക്കെ ഉണ്ട്. അപ്പോൾ കോൺഫ്ലിക്റ്റ് ഫസ്റ്റ് കാർഡ് തന്നെ 5 ഓഫ് വാണ്ടാണ്. അപ്പോൾ മൊത്തത്തിലൊരു വഴക്കുണ്ടാക്കാനുള്ളൊരു ടെൻഡൻസി നിങ്ങൾക്കും കൂടുതലായിരിക്കും, നിങ്ങളോട് വഴക്കുണ്ടാക്കാനുള്ള ടെൻഡൻസി മറ്റുള്ളവർക്കും കൂടുതലായിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് നിൽക്കണം. ഓക്കെ. പിന്നെ മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ, നമ്മൾ ജയിക്കാൻ വേണ്ടിയായിരിക്കും നമ്മൾ അങ്ങോട്ട് പറയുന്ന വാക്കിന് അവർ ഡിഫെൻഡ് ചെയ്യാൻ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അങ്ങനെയുള്ളൊരു എനർജി ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വളരെ സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇതാണ് മൊത്തത്തിൽ ജനറൽ ആയിട്ടുള്ളൊരു റീഡിംഗ് എന്ന് പറയുന്നത്. ദെൻ എന്താണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് ഇന്നേ ദിവസം നമുക്ക് വരുന്ന ഗൈഡൻസ്? ഫസ്റ്റ് കാർഡ് ട്രസ്റ്റാണ്, വിശ്വസിക്കൂ എന്നാണ്. അപ്പം യൂണിവേഴ്സിന് എല്ലാവർക്കും വേണ്ടിയിട്ട് ഓരോ പദ്ധതികളുണ്ട്. അപ്പോൾ ആ പദ്ധതികൾ നടപ്പിലാക്കാൻ നമ്മൾ എന്തൊക്കെ പ്രൊപ്പോസ് ചെയ്താലും മാൻ പ്രൊപ്പോസസ് ഗോഡ് ഡിസ്പോസസ് എന്ന് പറഞ്ഞിട്ടില്ലേ, നമ്മൾ എന്തൊക്കെ അങ്ങോട്ട് പ്ലാൻ ചെയ്ത് വെച്ചെന്ന് പറഞ്ഞാലും ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് ദൈവമാണ്, യൂണിവേഴ്സാണ്. അപ്പോൾ ഈ യൂണിവേഴ്സിന് ഇങ്ങോട്ട് നമ്മളെക്കുറിച്ചൊരു പ്ലാനുണ്ട്, ആ പ്ലാൻ മാത്രമേ നടക്കുകയുള്ളൂ. അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തിരിച്ചും മറിച്ചും വെക്കാനുള്ളൊരു പ്രൊവിഷൻ മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ഇവിടെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. യൂണിവേഴ്സിന് നമ്മളിലുള്ള പദ്ധതി ആവിഷ്കരിക്കാനുള്ള സമയമെടുക്കും. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യുക. നമുക്ക് നല്ലത് മാത്രമേ വരുള്ളൂ, നമ്മുടെ സോളിന് നല്ലത് മാത്രമേ വരുള്ളൂ. നമ്മളെ വേദനിപ്പിക്കാത്തത് വരും, നമുക്ക് സന്തോഷം തരുന്ന വരും എന്നൊന്നുമല്ല, നമ്മുടെ സോളിന് നല്ലത് മാത്രം യൂണിവേഴ്സ് നമുക്ക് കൊണ്ടുതരത്തുള്ളൂ. ദെൻ ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ്. നിങ്ങൾ ഏത് സാഹചര്യത്തിൽ നിൽക്കുവാണെങ്കിലും ശരി, നിങ്ങളുടെ സിറ്റുവേഷൻ ഇമ്പ്രൂവ് ചെയ്യും. ഞാൻ ഇതോടുകൂടി എല്ലാം അവസാനിച്ചു തീർന്നു എന്നൊന്നും വിചാരിക്കേണ്ട ആവശ്യം ഇല്ല. ദെൻ ടേക്ക് ആക്ഷനാണ്. നിങ്ങൾ ആക്ഷൻ എടുക്കാൻ മടിച്ച് നിൽക്കുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങളോട് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത്. എന്ത് ആക്ഷൻ എന്ന് ചോദിച്ചാൽ കോംപ്രമൈസാണ്. കോംപ്രമൈസ് ചെയ്ത് നിങ്ങളായിട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്ത് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളിന്ന് യൂണിവേഴ്സിൻ്റെ പ്രോസസ്സിൻ്റെ ആ ടൈമിങ്ങിനെ, പ്രോസസ്സ് ചെയ്യാനെടുക്കുന്ന സമയത്തിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. ആ പ്രോസസ്സ് നിങ്ങൾക്ക് ഏറ്റവും നല്ലതായിരിക്കും, ട്രസ്റ്റ് ചെയ്യണം. ഈ സാഹചര്യം എന്തായാലും ഇമ്പ്രൂവ് ആവും. നിങ്ങൾ എന്തോ ഒരു കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യൂണിവേഴ്സ് ശ്രമിക്കുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ തകർന്ന തരിപ്പണമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ അത് നിങ്ങൾ അനുഭവിച്ച് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊള്ളേണ്ടത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൽ നിന്ന് പതുക്കെ പെട്ടെന്ന് ഒരു ദിവസം ചാടി എണീക്കാൻ പറ്റില്ല. പതുക്കെ നിങ്ങൾ ഇതിൽ നിന്ന് ആക്ഷൻ എടുത്ത് മുന്നോട്ട് വരിക. ടേക്ക് ആക്ഷൻ ആൻഡ് കോംപ്രമൈസ് ചെയ്താൽ തീരുന്ന പ്രശ്നമാണെങ്കിൽ കോംപ്രമൈസ് ചെയ്യുക. അല്ലെങ്കിൽ
ഒരു ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഒരു ബാലൻസ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ കമൻറ്റും കൂടെ ചെയ്യണം. ഹൈപ്പ് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്.